കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പിന്നെ ഞാൻ അമ്മ വന്ന കാര്യം സാറിനോട് പറഞ്ഞായിരുന്നു. അപ്പോഴാ സാറ് പറഞ്ഞത് സാറിനെ കാത്തിരിക്കുകയായിരുന്നു. ഓ, ആ പറച്ചില് ആത്മാർത്ഥതയുണ്ടോ? വെറും വാക്ക് പറയുന്ന കൂട്ടത്തിലാണ് സാറെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാ സാറിനെ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞത്. ഞാൻ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ എന്റെ 2 കണ്ണുകളും ഏതു നേരവും സാറിന്റെ പിന്നാലെ ഉണ്ടാവും. അതിലെന്നെ 100% മാഡത്തിന് എന്നെ വിശ്വസിക്കാം. എന്നാ പോട്ടെ മാഡം. എന്തായി? സാറ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. സാർ ഒരു കാര്യം ചെയ്യണം. ദീപേച്ചിയുടെ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ അമ്മയോടും പെങ്ങളോടും സംസാരിക്കണം. അതുപോലെ തന്നെ എന്നോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യണം. സാറിന് ഞാനൊരു ആങ്ങളെ പോലെയാ കാണുന്നത്. പിന്നെ സാറെന്തിനാ പേടിക്കുന്നത്? എനിക്ക് പേടിയൊന്നുമില്ല. ഇതൊക്കെ എവിടെ ചെന്ന് എത്തുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കല്യാണമെന്നും പറഞ്ഞ് സാറിന്റെ അമ്മ ബഹളം കൂട്ടിയാലും അത് നീട്ടിക്കൊണ്ടു പോകുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അമ്മ വാശി പിടിച്ചാ നീട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റില്ല. ഏതായാലും സാറിന്റെ കാര്യങ്ങൾ ഇപ്പോ എന്നെ ഏൽപ്പിച്ചിരിക്കുക സാറിന്റെ അനിയത്തി. എന്ന് വെച്ചാ ഇപ്പൊ തന്നെ ആള് സാറിന്റെ വീട്ടിലേക്ക് പോവും. എന്നെ കൊണ്ട് പോകാനിരുന്നതാ. ഇനിയിപ്പോ അങ്ങനെയൊന്നും പോവില്ല സാർ. അമ്മയുടെ അടുത്ത് മോൾ ഇനി ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. എന്ന് വെച്ചാ സാറിന് ഇനി സാറിന്റെ ഭാര്യയോട് ഇഷ്ടം പോലെ സംസാരിക്കാന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ ഇന്ന് തന്നെ ഒരു വീട് റെഡിയാക്കണം. എന്നിട്ട് അവരെ അങ്ങോട്ട് മാറ്റിക്കും. അത് കഴിഞ്ഞ് സാറ് വീട്ടിലേക്ക് പോയാ മതി. സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കണം. നിങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാനും സംസാരിക്കാനും കഴിയണം. ഹരിത ഇപ്പൊ ഇവിടെ വന്നിട്ട് വളരെ കുറച്ച് ദിവസമേ ആയുള്ളൂ. ഇതിനകം തന്നെ എന്നോടും ദീപയോടും ഇത്രത്തോളം സ്നേഹം കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാറിനെയും ദീപേച്ചിയും ഞാൻ അത്രത്തോളം അടുത്തറിഞ്ഞു കഴിഞ്ഞു. പിന്നെ അറിയാലോ, സാറിന്റെ അച്ഛനും എന്നോട് റിക്വസ്റ്റ് ചെയ്തു ചെയ്യാവുന്ന സഹായമൊക്കെ 2 ആൾക്കും ചെയ്തു തരണമെന്ന്. ഹരിതയുടെ മൊബൈലിൽ അങ്ങോട്ട് വിളിക്കാം. ചാരു ഇപ്പൊ പോവും. അത് കഴിഞ്ഞിട്ട് മതി. എന്റെ മൊബൈൽ അവളുടെ കയ്യില. അതെങ്ങനെയെങ്കിലും ഇങ്ങ് വാങ്ങിച്ചു തരാൻ പറ്റുമോ? അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. ഇപ്പൊ ചോദിക്കണ്ട. സാറിന് ദീപേച്ചിയോട് സംസാരിക്കാൻ പുതിയൊരു മൊബൈൽ വാങ്ങിക്കാലോ. അതൊക്കെ ഞാൻ വാങ്ങിച്ച് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വിളിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് മുതൽ സാറ് വിളി തുടങ്ങിക്കോ. ഇനി നിങ്ങൾക്കിടയിൽ ഒരു തടസ്സവും ഇല്ല. ചാരു മാഡം കല്യാണത്തിന്റെ തിരക്കിലേക്ക് പോവാൻ പോവാ. മിക്കവാറും സാറിന്റെ അമ്മയും പെങ്ങളും കൂടി കല്യാണം വിളിക്കാനും കല്യാണത്തിന് വേണ്ട ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും അല്ലേ? അതുകൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും കാണാനും സംസാരിക്കാനും ധാരാളം സമയം ഒത്തുവരും. അത് പരമാവധി 2 ആളും മുതലാക്കിക്കോണം. ശരി. അതെ, ചാരു മാഡം പോയെന്ന് നോക്കിയിട്ട് ഞാൻ മൊബൈൽ തരാം. എന്റെ മൊബൈലിൽ നിന്ന് വിളിച്ചാൽ മതി കേട്ടോ. ശരി. ഈ ജ്യൂസ് കുടിക്കും. നീ എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. ഇടയ്ക്ക് ലാലേട്ടന്റെ അച്ഛൻ വിളിച്ചായിരുന്നല്ലോ. ഹരിതയുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്നാ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ നാടകങ്ങളൊക്കെ എവിടെ ചെന്ന് നിൽക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. കുറെ നാളത്തേക്ക് നീട്ടിക്കൊണ്ടു പോവാന്നാണല്ലോ ഹരിത പറയുന്നത്. അപ്പോഴേക്കും ആ കുട്ടി വേറെ എവിടെയെങ്കിലും ജോലി കണ്ടെത്തും. എന്തായാലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഹരിതയ്ക്ക് ആ ഷോറൂമിൽ തുടരാൻ പറ്റില്ല. ആ വന്നല്ലോ. അതെ, 2 ആളെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ? ആ, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ആ, എന്നാ പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഞാൻ ജയലാൽ സാറിനെ നോക്കിക്കോളാന്ന് ചാരുവിന് ഉറപ്പ് കൊടുത്തതുകൊണ്ട് ചാരു നേരത്തെ പോയി.
ഇന്നാണെങ്കിൽ എനിക്ക് വൈകുന്നേരത്തെ ട്രെയിനിൽ വീട്ടിലോട്ട് പോണം. നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് ജയലാൽ സാർ റെഡിയാക്കിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് റെഡിയാക്കിയോ? പിന്നെ ഭാര്യയ്ക്കൊരു ആവശ്യം വന്നാ രണ്ടും കൽപ്പിച്ച് സാർ ഇറങ്ങത്തില്ലേ? ലാലേട്ടന് ഒരുപാട് പരിചയമുള്ള സ്ഥലം. ഒരു ഫോൺ കോളിന്റെ ആവശ്യമുള്ളൂ, ഒരു ചെറിയ വീടൊക്കെ സംഘടിപ്പിക്കാൻ. അത്യാവശ്യ സൗകര്യമൊക്കെ ഉള്ള വീടാണെന്നാ സാറ് പറഞ്ഞത്. ലാലേട്ടനോട് എന്താ ഹരിത പറഞ്ഞത്? ഞാനൊരു വലിയ നാടകം കളിക്കാൻ പോവാണെന്നൊക്കെയാ പറഞ്ഞത്. അത് വെറും പറച്ചിലൊന്നുമല്ല, ഞാൻ തുടങ്ങി കഴിഞ്ഞു. ഇന്നു മുതൽ ദീപേച്ചി എന്റെ ശത്രുവാ. ലാലേട്ടനെ ഒരു കാരണവശാലും ദീപേച്ചി തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ രീതിയിലൊക്കെയാണ് ഞാൻ ചാരുവിനോട് സംസാരിച്ചത്. ഇനിയിപ്പോ ലാലേട്ടന്റെ വീട്ടിലുള്ള ചേച്ചിയുടെ അമ്മായി അമ്മയോട് മകള് പോയി എല്ലാം പറയും. പിന്നെ അവർക്ക് ഞാൻ വാക്കുകൊടുത്താണല്ലോ ലാലേട്ടനെ നോക്കിക്കൊള്ളാന്ന്. ആ പിന്നെ വേറൊരു കാര്യം, രണ്ടാളും കൂടെ കാണുമ്പോ ആ ആവശ്യത്തിനെ വെറുതെ എല്ലാം കോളാക്കി കളയരുത്. ഒരു കാരണവശാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് മറ്റാരും കാണരുതെന്നാ ഞാൻ പറഞ്ഞത്. അത് ഞാനും പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ലാലേട്ടന് ഇതൊക്കെ അറിയാലോ അല്ലേ? എത്ര അറിഞ്ഞാലും നിങ്ങൾ തമ്മിൽ കാണുമ്പോ, അല്ല ഈ കാണാതിരുന്ന് കാണുന്നതായോണ്ടേ ചിലപ്പോ സാഹചര്യത്തെ പറ്റിയൊന്നും ഓർക്കത്തില്ല. അതൊന്നും വേണ്ട കേട്ടോ. ഇതൊരു ഗോൾഡൻ ചാൻസാ നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനും. ഇത് പിടിക്കപ്പെട്ട ഞാൻ ചിലപ്പോ ഷോറൂമിൽ നിന്ന് പുറത്താവുമായിരിക്കും. അതെനിക്കൊരു പ്രശ്നമേ അല്ല. എന്നാ അതോടെ ചേച്ചിയുടെ മുന്നിലുള്ള വഴി അടയും. എന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ അവരാലോചിച്ചും തുടങ്ങും. ജയലാൽ സാറിന്റെ രണ്ടാം വിവാഹമാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ ചിലപ്പോ ഏതെങ്കിലും നല്ല കുടുംബത്തിന് വിവാഹത്തിന് തയ്യാറാവും. അതൊഴിവാക്കാൻ ശ്രമിക്കേണ്ടത് നിങ്ങൾ രണ്ടാളുവാ. പറഞ്ഞത് കേട്ടല്ലോ, നമുക്ക് പുറപ്പെടണ്ടേ? എവിടെയാ വീടെടുത്തിരിക്കുന്നത്? ലാലേട്ടൻ ഇപ്പൊ വിളിക്കും. അപ്പൊ സാധനങ്ങൾ എടുത്ത് നിങ്ങൾ പുറത്തു തന്നെ നിന്നാ മതി. ലാലേട്ടൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പൊക്കോളും. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഓ, നിന്റെ ഒരു പേടി. കാര്യങ്ങൾ എന്തായാലും ഇത്രത്തോളം എത്തിയല്ലോ, അത് മഹാഭാഗ്യാണെന്ന് നീ കരുതിക്കോ. ലാലേട്ടന്റെ അമ്മ ഇവിടെ വന്നപ്പോഴേ നമ്മൾ എങ്ങനെ കണ്ടിരുന്നെങ്കിലോ ഇന്നത്തോടെ എല്ലാം അവസാനിച്ചേനെ. ഹരിത ഇവിടെ വന്ന ശേഷം ആദ്യമായി വീട്ടിൽ പോവല്ലേ? അതെ, ഇന്നോട് ചെന്നില്ലെങ്കിലേ അമ്മയ്ക്ക് വലിയ വിഷമായിരിക്കും. വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം. അതുപോലെ വിളിക്കുമ്പോഴേ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കണം. എനിക്കൊന്ന് സംസാരിക്കാലോ. രചന, നീ ഒറ്റയ്ക്കിങ്ങ് പോന്നു മോളെ. അവനെവിടെ? ഇനിയിപ്പോ ഏട്ടന്റെ കാര്യം ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്താ? ഏട്ടന്റെ കാര്യങ്ങളൊക്കെ അവിടെ നോക്കിക്കോളാന്ന് പറഞ്ഞു ആ ഹരിത. അവൾക്ക് ജേട്ടനെ ഭയങ്കര ഇഷ്ടം അമ്മേ. അതവൾ എന്നോട് തുറന്നു പറഞ്ഞു. ഏട്ടന്റെ സ്നേഹം അവളെ പിടിച്ചു പറ്റിക്കോളാന്നും പറഞ്ഞു. നീ വാ. അവളെ പൂർണ്ണമായിട്ടും ഒന്ന് വിശ്വസിക്കാവോ മോളെ? അമ്മ അവളുടെ വീട്ടിൽ പോയിരുന്നല്ലോ, എന്നിട്ട് എന്താ തോന്നിയത്? കുഴപ്പക്കാരി അല്ലെന്നാ തോന്നിയത്. കുഴപ്പക്കാരി ആയിരുന്നെങ്കിൽ ഞാൻ നമ്മുടെ ജേട്ടന് വേണ്ടി അവൾ ആലോചിക്കാൻ പറയുവോ? ഇനിയിപ്പൊ നമ്മൾ എവിടെയൊക്കെ ചുറ്റി നടന്നാലും നമ്മളുമായിട്ട് ഒത്തുപോകുന്ന പെൺകുട്ടികളെ കിട്ടാൻ പ്രയാസമാമേ. അത് മാത്രമല്ല മോളെ, അവളുടെ കയ്യിൽ നിന്ന് ജനന സമയമൊക്കെ വാങ്ങിച്ചായിരുന്നല്ലോ. എന്നിട്ട് ജോൽസിന് അത് അയച്ചു കൊടുത്തായിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് പറഞ്ഞു, പിടിച്ച പിടിയാലെ അങ്ങ് ചെയ്തോളാൻ. അവര് രണ്ടുപേരും ഭയങ്കര പൊരുത്തമാണത്. ഓ, കഴിഞ്ഞ ജന്മത്തിൽ അവര് തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നെന്നൊക്കെയാ അയാൾ ജാതകം നോക്കിയിട്ട് പറഞ്ഞത്. അപ്പൊ പിന്നെ ജാതകവും ചേരുമല്ലോ. പിന്നെ ഇനി എന്താ നോക്കാനുള്ളത്? ജാതകം തമ്മിൽ ഭയങ്കര പൊരുത്തമാ എന്ന് വെച്ചേ
നമുക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊന്നും ഞാൻ അവളോട് പറയില്ല. എന്താ അങ്ങനെ പറയുന്നത് ശരിയല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി മോളെ, അവൾക്ക് ജയനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ വെയിറ്റ് ഇടണം. എന്നുവെച്ചാ ഒരുപാട് വേണ്ട. ഈ ബന്ധം അലസിപ്പോയാലേ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇതിലും നല്ല ഒന്നിനെ കിട്ടില്ല. അവൾക്ക് ജയനെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞ പിന്നെ അവള് അവനെ ഇടം വലം തിരിയാൻ സമ്മതിക്കത്തില്ല. ഏതെങ്കിലും രീതിയിൽ അവൻ തെറ്റ് ചെയ്ത അത് നമ്മളെ അവൾ അറിയിക്കും. ആ ഉറപ്പൊക്കെ ഹരിത എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടിനി നമുക്ക് എന്റെ കല്യാണത്തെ പറ്റി ചിന്തിക്കാം. കല്യാണക്കത്തൊക്കെ അടിച്ചിട്ട് വിളി തുടങ്ങാം. അല്ല, നമ്മൾ ഇവിടെ വന്നിട്ട് കാർത്തിയുടെ വീട് വരെ പോയില്ലല്ലോ മോളെ. ഞാനും പോയിട്ടില്ല. സദാനന്ദൻ മുതലാളി വലിയ സംഭവമാണെന്നൊക്കെയാ എല്ലാരും പറയുന്നത്. എന്ത് വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും ഇവന്മാരെ ഒന്നും ഞാൻ ബഹുമാനിക്കാൻ പോകുന്നില്ല. അയ്യോ ദേ, കോടീശ്വരന്മാരാ. ഈ ജില്ല വിലക്ക് വാങ്ങാനുള്ള പണം അയാളുടെ കയ്യിലുണ്ട്. അതൊക്കെ അയാളുടെ കയ്യിൽ വെച്ചോട്ടെ. എന്റെ മോളെ, നിന്നെ ഇഷ്ടപ്പെട്ട് കാർത്തി നിന്റെ പിന്നാലെ വരുമായിരുന്നു, നിന്നെ വിടാതെ പിന്തുടരുമായിരുന്നു. അതിന്റെ ഒരു ഗമ അവന്മാരുടെ മുമ്പിൽ നമ്മൾ കാണിച്ചേ പറ്റൂ. പിന്നെ പറഞ്ഞു കേട്ടെടുത്തോളം അവന്റെ അമ്മ ഒരു പാവ. അതുകൊണ്ട് നിനക്ക് അവളെ അടക്കി ഭരിക്കാമെന്നാ തോന്നുന്നത്. ഈ അമ്മയല്ല എന്നെ വളർത്തിയത്. അതുകൊണ്ട് എവിടെയും ഞാൻ താഴ്ന്നു പോകുന്നില്ല. ഏതായാലും ഈ 2 കല്യാണവും നടന്ന അമ്മയ്ക്കൊന്ന് വിശ്രമിക്കാം. കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത നിന്റെ അച്ഛനെ ഇറക്കി വിട്ട ശേഷം അടുക്കളപ്പണിയൊക്കെ ഞാനാ ചെയ്യുന്നത്. ഇനിയിപ്പൊ ഹരിതയെ ജയൻ കല്യാണം കഴിച്ചാ അവൾ അങ്ങ് അടുക്കളയിൽ കയറിക്കോളും. അല്ലെങ്കിൽ അവനൊരു ജോലിക്കാരി എനിക്ക് വെച്ച് തന്നോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോടീശ്വരനായ മോളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് എനിക്ക് വരാമല്ലോ. മരണം വരെ അല്ലലില്ലാതെ മുന്നോട്ട് പോണം. അമ്മയ്ക്ക് അത്രേ ഉള്ളൂ. നീ വാ മോളെ. നിങ്ങളെ ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോയിൽ കയറ്റി വിടാം. അവിടെ ഷോറൂമിനടുത്തൊരു ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിൽക്കണം. അവിടുന്ന് ജയലാൽ സാറ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പൊക്കോളും. അല്ല, ഷോറൂമിനടുത്തുള്ള ജംഗ്ഷനിലേക്ക് പോണോ? അത് അപകടമല്ലേ? ഒരു അപകടവും ഇല്ല. ഇപ്പൊ ചാരും അവളുടെ അമ്മയും ഒക്കെ ജയലാൽ സാറിന്റെ വീട്ടിലല്ലേ. എങ്കിലും ആ കാർത്തിയെ സൂക്ഷിക്കണം. അവൻ ഏത് നേരം ഇങ്ങനെ ആ പരിസരത്തൊക്കെ ചുറ്റി നടക്കുന്ന കൂട്ടത്തിലാ. സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോയാ മതി, ഒരു കുഴപ്പമുണ്ടാവില്ല. ഹരിത ഇന്നെ പോവില്ലേ? പോവും. വൈകുന്നേരത്തെ വഞ്ചനാടിൽ പോണം. അവിടെ എത്തിയിട്ട് വിളിക്കണേ. അതെന്ത് ചോദ്യ ചേച്ചി, ഞാൻ വിളിക്കില്ലേ? അതുപോലെ തന്നെ ഞായറാഴ്ച ഒറ്റ ദിവസം, തിങ്കളാഴ്ച രാവിലെ തിരിച്ചെത്തുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വന്നിട്ട് അങ്ങോട്ട് പോയേയില്ല. ഈ ആഴ്ചയെങ്കിലും ചെന്നില്ലെങ്കിൽ അമ്മയ്ക്ക് വലിയ വിഷമാവും. ഹരിതേ, ചെയ്തു തന്ന സഹായത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാൻ എന്ത് സഹായം ചെയ്തു എന്നാ പറയുന്നേ? എല്ലാം ജയലാൽ സാർ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്യുമായിരുന്നു. ആ ചേച്ചി, ഞാൻ പിന്നെയും പറയാ, എന്നെ ഒരു കാരണവശാലും സംശയിക്കരുത് കേട്ടോ. അയ്യോ, എനിക്ക് ഹരിത വിശ്വാസ. ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ശരി, ഞാൻ അവർക്കൊപ്പം നിൽക്കില്ല. എന്നാ പിന്നെ ഇറങ്ങിക്കോ. നല്ല ടെൻഷനുണ്ട്. പിന്നെ ടെൻഷൻ? എടി, നമ്മളൊരു വാടക വീട്ടിലാ താമസിക്കാൻ പോകുന്നത്. അത് നിന്റെ ലാലേട്ടന് എടുത്തു തന്നാണെന്നും ആർക്കും അറിയില്ലല്ലോ. ഇനിയിപ്പോ ലാലേട്ടന്റെ അമ്മ വന്നാലും അത് നമ്മുടെ വീടാ, നമ്മൾ റെന്റിനെടുത്ത വീട്. നിനക്കെന്താ അങ്ങനെ പറയാൻ പറ്റില്ലേ? രജനീച്ചി പറയുന്നത് പോലെ ചേച്ചി കുറച്ച് ബോൾഡായേ പറ്റൂ. ഇപ്പൊ ഞാനും ലാലേട്ടനും ഒക്കെ നാടകം കളിക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് പോവും. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോ കാര്യങ്ങൾ സീരിയസ് ആവും. ആ സമയത്താണ് ചേച്ചി കുറച്ചുകൂടി തന്റെ അടുത്തോടെ ജീവിക്കേണ്ടത്. അത് ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇവള് ഈ രീതിയിലേ മുന്നോട്ട് പോവും. പിന്നെ രാഗിണിയെ ഒതുക്കാൻ ഞാൻ എന്ത് ചെയ്യും? ആ ജഗനെ കൂടി ഒന്ന് തീരുമാനിച്ചാ മതി. അതിനൊക്കെ നമുക്ക് മാർഗങ്ങൾ കണ്ടെത്താം. മക്കളായ അച്ഛനമ്മമാർക്ക് ചെലവിനൊക്കെ കൊടുക്കണം, അവരെ നന്നായി നോക്കണം. പക്ഷെ സ്വന്തം ജീവിതം അവർക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ലാലേട്ടൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ. അമ്മയെ ഭയന്നിട്ട് അമ്മയ്ക്കൊപ്പം നിൽക്കുക. അത് ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. കീഴടങ്ങാവുന്നതിന്റെ അത്രയും കീഴടങ്ങി കഴിഞ്ഞു. ഇനിയിപ്പൊ നിന്റെ ലാലേട്ടൻ അങ്ങേരുടെ ഏട്ടനെ പോലെ ചിന്തിച്ചു തുടങ്ങണം. അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാലും
അതൊക്കെ അവഗണിക്കാനുള്ള ചങ്കൂറ്റം അങ്ങേർക്ക് വേണം. നീ വാ ദീപേ, വാ. പോയിട്ട് വരാം. ഞാനും വരുന്നു. നിങ്ങളെ ഓട്ടോയിൽ കയറ്റി വിടാം. ഉം? വാ. വരൂ. എല്ലാം പെട്ടെന്നായതുകൊണ്ട് ഈ വീടേ കിട്ടിയുള്ളൂ. ഇത് എന്നെ ധാരാളം ലാലേട്ടാ. അതെ, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു മുറിയുള്ള വീടായാലും കുഴപ്പമില്ല. മുറിയൊക്കെ ആവശ്യത്തിനുണ്ട്. ജസ്റ്റിൻ ഫാമിലിയായിട്ട് ദുബായിലോട്ട് പോയതുകൊണ്ടാ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ വീട് കിട്ടിയത്. ഒരു മാസത്തിനിടയ്ക്ക് എത്ര വീടാ ലാലേട്ട മാറിയത്? ആ, സാഹചര്യം അതായി പോയില്ലടോ. ചിലപ്പോ ഇനിയും വീട് മാറേണ്ടി വരും. എന്തായാലും തമ്മി കാണാനും സംസാരിക്കാനുള്ള അവസരം ഉണ്ടായല്ലോ, അത് തന്നെ മഹാഭാഗ്യം. കൂടുതൽ സമയം ലാലേട്ടൻ ഇവിടെ ചെലവഴിക്കണ്ട. അത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ഹരിതയെ വിശ്വസിച്ചിരിക്കുക അമ്മയും ചാരും ഒക്കെ. പിന്നെ ചാരു വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പോ വലിയ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. എന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴാ അമ്മയുടെ വിളി വരികയെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ വിളിക്കാനാ എന്നെ? എന്റെ കയ്യിൽ ഫോണില്ലല്ലോ. എന്റെ ഫോണ് ചാരു പിടിച്ചു വാങ്ങിച്ചു വെച്ചിരിക്കുമല്ലേ. ലാലേട്ടൻ മറ്റൊരു ഫോൺ വാങ്ങിക്കാതിരുന്ന എന്താ? അതൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇനി അതിലായിരിക്കും വിളിക്കുന്നത്. ഫോൺ എടുക്കുന്നതൊക്കെ കൊള്ളാം. സൈലന്റിലായിരിക്കണം എപ്പോഴും. റിംഗ് ടോൺ കേട്ട് കഴിഞ്ഞാ പിന്നെ അത് മതിയെല്ലാം തീരാൻ. കേട്ടാലും കുഴപ്പമില്ലടോ. അവിടെ രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത്തേക്കോ. വീട് ഇത്രേ ഉള്ളുവെങ്കിലും റെന്റ് ഒരുപാടാ. ഇപ്പൊ സത്യം പറഞ്ഞാൽ വീടിന് വലിയ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ 2-3 വീടിന്റെ റെന്റ് കൊടുക്കണമല്ലോ ലാലേട്ടാ. എത്ര വീട് വേണമെങ്കിലും റെന്റ് കൊടുക്കാം. എനിക്ക് ദീപയെ കാണാൻ കഴിഞ്ഞാൽ മാത്രം മതി. ഏതായാലും വന്ന സ്ഥിതിക്ക് ഇനിയൊരു ചായക്കെ കുടിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതിനിപ്പോ എന്താ ലാലേട്ടാ, നിങ്ങൾ ഏതായാലും സമയം കളയണ്ട. നിങ്ങൾ സംസാരിച്ചോ, അപ്പോഴേക്കും ഞാൻ പോയി ചായ റെഡിയാക്കാം. അത് വേണ്ട, ഞാൻ ചായ ഇട്ട് കൊടുക്കാം. നിന്റെ ഭർത്താവിന് ചായ ഇട്ട് കൊടുക്കാൻ നിനക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോ. പക്ഷെ സമയം കളയണ്ടെന്ന് ഞാൻ പറഞ്ഞു. രചന പറഞ്ഞ ശരിയാ. കുറെ ദിവസം ആയില്ലേ കണ്ടിട്ട്. കേട്ടില്ലേ? ഇവൾക്കാണ് ലാലേട്ടനേക്കാൾ കൂടുതൽ കാണണമെന്നും സംസാരിക്കണമെന്നും ഉള്ളത്. എന്നിട്ടായിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങ് മാറിയേക്കാവേ. എത്ര നാളാ ലാലേട്ട ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ കഴിയുന്നത്? എന്തായാലും കുറച്ചു നാളുകൂടി സാവകാശം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഹരിത അത്രയ്ക്ക് നമുക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നുണ്ട്. എത്ര നല്ല പെൺകുട്ടിയാ ഹരിത. അതെ, ഞാൻ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അതിനിടയ്ക്ക് അച്ഛനും ഹരിതയുടെ കുടുംബമായിട്ടുള്ള പരിചയ ഗുണം ചെയ്തേ. അച്ഛനും വിളിച്ച് ഹരിതയോട് റിക്വസ്റ്റ് ചെയ്യുന്ന തോന്നുന്നേ, നമുക്ക് വേണ്ടിയിട്ടേ. അല്ലെങ്കിൽ മുന്നിൽ അപകടം ഉണ്ടെന്ന് അറിയായിരുന്നിട്ടും ഇത്രയും റിസ്ക് എടുക്കില്ലായിരുന്നു. ആ, അത് ശരിയാ. ആ, അവളെ പിന്നെ ഒന്ന് വിളിക്കണം. ഇന്ന് പുറപ്പെടുമെന്നാ പറഞ്ഞ്. ആ, അതുപോലെ തന്നെ ഹരിതയ്ക്ക് ആരെങ്കിലും ഒന്ന് കൂട്ടിന് ശരിയാക്കി കൊടുക്കണം കേട്ടോ. ഹരിത വീട്ടിൽ പോയിട്ട് വരട്ടെ, എന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഇത്രയും ദിവസം കാണാതിരുന്നിട്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ. നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ലാലേട്ടനും അങ്ങനെ തന്നെ.